ശശി തരൂരിന്റെ വിവാദങ്ങളിൽ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. തരൂരിന്റെ സിരകളിൽ ഒഴുകുന്നത് കോൺഗ്രസിന്റെ രക്തമല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. വിവാദ പരാമർശങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് ഹൈക്കമാൻഡെന്നും ഉണ്ണിത്താൻ പറയുന്നു. പാർലമെന്റ് സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുകയാണ് തരൂരിനെതിരെ വിമർശനം ശക്തമാകുന്നത്. ശശി തരൂർ ഉയർത്തിയ വിവാദങ്ങളിൽ പാർട്ടിയിൽ എതിർപ്പ് രൂക്ഷമാകുന്നു. ശശി തരൂർ കോൺഗ്രസിലൂടെ നേടാനായത് നേടിയെന്നും പാർട്ടി വിടാനാണ് തരൂരിന്റെ ലക്ഷ്യമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. തരൂരിന്റെ സിരകളിൽ ഒഴുകുന്നത് കോൺഗ്രസിന്റെ രക്തമല്ലെന്നും ഉണ്ണിത്താൻ വിമർശിച്ചു. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്ന മുഴുവൻ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ലാതെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പുള്ളി ചിന്തിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പാർട്ടി എടുക്കുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ടാകില്ല. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്, മനസ്സിലായില്ലേ? ആ ഒറ്റപ്പെട്ട ശബ്ദം കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ഒരിക്കലും പാർട്ടി പുറത്താക്കില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സകല പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വെറുപ്പിനും അപ്രീതിക്കും ശ്രീ ശശി തരൂർ പാത്രീഭൂതമായിക്കൊണ്ടിരിക്കുകയാണ്. തരൂരിന്റെ വിവാദങ്ങൾ പാർട്ടിയോട് വെറുപ്പ് സൃഷ്ടിക്കുന്നതാണെന്നും പാർട്ടി തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിലപാടുകളെ പിന്തുണക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തരൂരിന്റെ നിലപാടുകൾ ഒറ്റപ്പെട്ട ശബ്ദമാണ്. പാർട്ടി വിടണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ തരൂരിന്റെ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് വിവിധ നേതാക്കൾ. മോദി സ്തുതി തുടരുന്ന തരൂരിന്റെ പാർലമെന്റിലെ നിലപാടുകളും പാർട്ടി ഉറ്റുനോക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.